പള്ളേക്കിടാനാണ് അള്ളാഹു തആല ആദ്യം തന്നെ വിലക്കിയത്. കണ്ണല്ല വിലക്കിയത്, ചെവിയല്ല വിലക്കിയത്, കാലും കയ്യും അല്ല വിലക്കിയത്. എന്താ വിലക്കിയത്? പള്ള വിലക്കി. അത് തിന്നരുത്, തിന്നരുത്. അപ്പോൾ ചെന്നു ഫഉഖ്രിജ, അപ്പോൾ പുറത്താക്കപ്പെട്ടു. മിൻ ദാരിൽ ഖറാരി ഇലാ ദാരി ദില്ലി വൽ ഇഫ്തിഖാർ. ഈ നിസാരത്വത്തിന്റെയും ഫഖറിന്റെയും നാട്ടിലേക്ക് നമ്മളെ ബാപ്പാനെ പുറത്താക്കാനുള്ള ഇത് നുഹിയ അവർ രണ്ടാളെയും വിലക്കപ്പെട്ടിരുന്നു. അനി ഷജറത്തി, ആ മരത്തിന് തിന്നരുത്. ഒലബത്തുഹുമ ഷഹ്വാത്തുഹുമ, അപ്പൊ അവർക്ക് രണ്ടാക്കും ആ പൂതിയാണ് കൂടി അക്കല തിന്നു. ഇപ്പൊ ബദത്തിലുഹുമ സൗആത്തുഹുമ, അതോടുകൂടെ നാണം വെളിവായി. പള്ളയിലിട്ടതോട് കൂടെ പിന്നെ അവരുടെ മുൻദ്വാരവും പെൺദ്വാരവും വെളിവായി. ജന്ന, സ്വർഗത്തിലെ മരത്തിന്റെ ഇല എടുത്തിട്ട് അണിഞ്ഞിട്ട് വരെ അതവിടെ നിന്നില്ല, പാഞ്ഞോളി വിടുന്നു. അങ്ങനെ പോകുന്നതാണ് എടുക്ക് പറയാ. അപ്പൊ പ്രശ്നം അത് മാത്രം. പ്രേരിപ്പിച്ചത് ആരെയാണ്? നിങ്ങൾ വാങ്ങിക്കോളി, തിന്നോളി. ഇതൊക്കെ പ്രേരിപ്പിച്ച ആരാ? 100 കൊല്ലം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാവിനെ തൊട്ടില്ലെന്നാണ്. എന്തേ? എൻ്റെ ഒരു വർത്താനം കൊണ്ടാണ് ഞാനത് തിന്നത് എന്നാണ്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അപ്പം നമ്മൾ ഇത് ഇമാം ഗസാലി തങ്ങൾ പറയും. നീ കുറച്ച് ഹദീസ് കേട്ടോളൂ. ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താ പറയുന്നത്? ജാഹിദു അൻഫുസക്കും ബിൽ ജൂഇ വൽ അത്ഷ്, വിശപ്പ് ദാഹം എന്നതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം. ഫഇന്നൽ അജ്റ ഫീ ദാലിക കഅജ്രിൽ മുജാഹിദി ഫീ സബീലില്ലാ. വിശപ്പും ദാഹം കൊണ്ട് ഒരാൾ അധ്വാനിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രതിഫലം കൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിൻ്റെ പ്രതിഫലമാണ് അന്ത്യനാളിൽ. വഇന്നഹു ലൈസ മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ജൂഇൻ വഅത്ഷിൻ. വിശപ്പും ദാഹത്തിനേക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട വേറൊരു കർമ്മവുമില്ല. ഒരാൾക്ക് വിശന്നു, ഒരാൾക്ക് ദാഹിച്ചു, അപ്പോൾ ക്ഷമിച്ചു. ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂൽ പറഞ്ഞു. ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്താൻ ഞാനല്ല. അപ്പോൾ ഒരാൾക്ക് മനസ്സിലായില്ല, വിശക്കലൊരു സംഭവമാണ്. വിശപ്പ് വേണം, വിശക്കണം. കുറച്ച് ഹദീസുകളും കുറച്ച് ആധാറുകളും പറയേണ്ടത് മാത്രം ഞാൻ വിശദീകരിച്ചു തരാം. ബാക്കി നാളെ പറഞ്ഞുതരും. അപ്പോൾ മനുഷ്യന് വിശക്കണം, വിശക്കണം. വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കൽ വിശക്കന്നെ വേണം. അതൊരു അമലാണ്. ആരെപ്പോലക്കൽ മുജാഹിദി ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെയാണ് ആര്? വിശക്കുന്നവനും ദാഹിക്കുന്നവനും. കൽ അജ്രി, കൂലിയുടെ വിഷയത്തിൽ അജ്രിൽ മുജാഹിദി ഫീ സബീലില്ലാഹി വഇന്നഹു ലൈസ മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അമലും ഇല്ല മിൻ ജൂഇൻ വഅത്ഷിൻ, വിശപ്പിനേക്കാളും ദാഹത്തിനേക്കാളും. ഇമാം ഗസാലി തങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ് റസൂലുള്ളാഹിയുടെ ഹദീസ്. വഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലു മലക്കുത്ത സമാഇ മൻ മലഅ ബത്നഹു. രാവും പകലും പള്ള നിറഞ്ഞ് നടക്കണോൻ്റെ മലക്കുത്ത് സമായിലെത്തൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, അയ്യുന്നാസി അഫ്ളലു, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ വ്യക്തി ആരാണ്? അപ്പോൾ വഖാല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൻ ഖല്ല മത്അമുഹു വളഹഖുഹു, ഒരുത്തൻ്റെ തീറ്റ കുറവാണ്, ചിരി കുറവാണ്, റളിയ ബിമാ യസ്തുറു ഔറത്തഹു, അവൻ്റെ ഔറത്ത് മറക്കാൻ മാത്രമുള്ളൊരു വസ്ത്രം അവന് കിട്ടി, അതുകൊണ്ട് അവന് തൃപ്തിപ്പെട്ടു. അവന് പരിധി വിട്ട വസ്ത്രമില്ല. ഈ വിഷയത്തിൽ പോക്കി നമ്മൾ തന്നെയല്ലേ. ഇവിടെ 970-80 വരെ ഒരാൾക്കുള്ള വസ്ത്രത്തിന് പരിധിയുണ്ട്. ആണോ? അല്ലേ? നമ്മളെ വാപ്പാർക്കും വലിയപ്പാർക്കും 1-2 വസ്ത്രം, ഇതിനപ്പുറമില്ല. ഒരു വസ്ത്രമുണ്ട്, ജുമാക്കോ അങ്ങനെ വസ്ത്രം, സാധാരണ വസ്ത്രം. പെരിയിലെടുത്ത കള്ളിത്തുണിയും ഒരു പിന്നെ എന്താ പറയുക, ഒരു കഞ്ഞിപ്രാക്ക് കുപ്പായം, ഒരു ബനിയൻ തന്നെ കുപ്പായാക്കിയിട്ട് ഇങ്ങനെ സൈഡിൽ പോക്കറ്റ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? അങ്ങനെ ഇവിടെ മനസ്സിലായില്ല. ഒരു കള്ളിത്തുണിയും ഒരു ബനിയനും അരിയിലൊരു മറ്റേ ബെൽറ്റും, മറ്റേ പഴയ കാലത്ത് കൊണ്ടുവരുന്നൊരു പിന്നെ എന്താ പറയുക, സിംഗപ്പൂരിൻ്റെ ബെൽറ്റ് ഉണ്ട്, പച്ച ബെൽറ്റ്, പച്ച ചിലപ്പോൾ കറുപ്പ്, അങ്ങനെ അത് കിട്ടും. ഒരു പീശാങ്കത്തിയൊക്കെ ഇവിടെ വെക്കും. ഓർമ്മയില്ല അതൊക്കെ? അത് കെട്ടിയാൽ നടക്കുക. ഒരു ബനിയനും ഉണ്ടാവും, അതിൽ വായക്കൊലൻ്റെ കറ ഉണ്ടാവും,
വലുതുണ്ടാവും, ചിലത് അവിടെ ഇവിടെയൊക്കെ പിന്നിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും പരിയിലൊക്കെ അതിനൊക്കെ വരികയാണെങ്കിൽ അതിനൊരു വസ്ത്രം ഉണ്ടാവും. പിന്നെ ജുമാക്ക് പോകാനൊരു വസ്ത്രം ഉണ്ടാവും, വെള്ളിയാഴ്ച ഒരു വസ്ത്രം ഉണ്ടാവും. നമുക്കൊരു വെള്ളിയാഴ്ച വസ്ത്രമില്ല. എന്തുകൊണ്ട്? ഒക്കെ വെള്ളിയാഴ്ച വസ്ത്രമാണെങ്കിൽ പിന്നത്തെ വെള്ളിയാഴ്ച വസ്ത്രം. ഒരു മനുഷ്യന് അവനെ ഔറത്ത് മറക്കാവുന്ന ഒരു വസ്ത്രം കൊണ്ടുവന്ന് തൃപ്തിപ്പെട്ടു. ഇതൊക്കെ ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തുപോയി, നമ്മക്കൊക്കെ എടുത്തുപോയി. അപ്പം അതിൻ്റെ ദോഷം നമുക്കുണ്ടാവുമല്ലോ, അത് ഉറപ്പല്ലേ? അള്ളാഹിൻ്റെ അടുക്കൽ കമ്മി നമുക്കുണ്ട്. അപ്പം അള്ളാഹു നമ്മൾ നല്ല കൂട്ടരല്ല. നമ്മൾ പറയുകയാണ് എന്ത്, അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. എന്ത് വർത്താനായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പം അള്ളാഹു തആല അനുഗ്രഹം ചൊരിയാത്ത ആൾ മുഹമ്മദ് മുസ്തഫ. ഇത് പ്രസംഗിക്കണുണ്ട്. എന്ത് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞില്ലേ നമുക്ക്? അന്നം തല കിട്ടിയില്ലേ? ഗൾഫിൽ നിന്ന് അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞില്ലേ? അള്ളാഹു തആല അനുഗ്രഹം, അറബികൾക്ക് അള്ളാഹു അനുഗ്രഹം കൊടുത്തില്ലേ? അപ്പോൾ അവിടെ അനുഗ്രഹം അള്ളാഹു കൊടുക്കാത്ത അറബിൻ്റെ ആയിരുന്നു. അതാരാ? പുറത്തു പറയണ്ട. പണ്ട് അവിടെ മുഹമ്മദ് ആളുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ അള്ളാഹു അനുഗ്രഹം കൊടുക്കാത്ത ആളായിരുന്നു. ഇതാണ് അനുഗ്രഹമെങ്കിൽ അനുഗ്രഹം കിട്ടാത്ത ആൾ മുസ്തഫ നബി അല്ലേ? ഈ ആളെ ഒമാ അർസൽനാക്ക ഇല്ല, എല്ലാവർക്കും അനുഗ്രഹമായിട്ട് അയച്ചതുമാണ്. ഒരാൾക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയതുമില്ല. എങ്ങനെയുണ്ട്? അപ്പം നമ്മൾക്ക് ഈ കണ്ടൂക്ക മനസ്സിലാക്കണം. ഇത് ശിക്ഷയാണ്. ഒരാൾക്ക് പരിധി വിട്ട വസ്ത്രം ഉണ്ടായാലും ശിക്ഷയാണ്, പരിധി വിട്ട് ചെരുപ്പുണ്ടായാലും ശിക്ഷയാണ്. പരിധി വിട്ട് ഭക്ഷണം ഉണ്ടാകൽ ഇനി പറയും വേണ്ട. വസ്ത്രത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, ഭക്ഷണത്തിനൊക്കെ അതിന് ശ്രദ്ധിക്കണം. അപ്പൊ ഏറ്റവും അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ് മുത്തുനബിയെ? അപ്പൊ നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ ജനതയാണത്. നൂറ്റാണ്ടുകൾ ഒക്കെ പാവപ്പെട്ടവരാണ്. 1, 2, 3 വസ്ത്രം എപ്പോഴും ഉണ്ടാവില്ല. ഒരു പെണ്ണിന് കൊല്ലത്തിലൊരു വസ്ത്രം കൊടുത്തെങ്കിൽ കൊടുക്കും. അതൊരു കൊല്ലം പുതിയതായി തന്നെ ഉപയോഗിക്കും. അടുത്ത കൊല്ലം പിന്നെ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കും. ഇപ്പോഴോ പറയും, ഇപ്പോഴത്തെ അവസ്ഥ എന്താ നിങ്ങൾ പറയും? ഓരോ കല്യാണത്തിനും ഓരോ വസ്ത്രം. ഞാനില്ല, എനിക്ക് വസ്ത്രം എൻ്റെ കഴിഞ്ഞാൽ കഴിഞ്ഞ അമ്മായിൻ്റെ കല്യാണത്തിന് ഒരു വസ്ത്രം എടുത്തു. അത് അയൽവാസികൾ കണ്ടുപോയി. അപ്പം ഇനി വേറെ അയൽവാസി പെണ്ണിൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ ഈ വസ്ത്രം പറ്റൂല, കഴിഞ്ഞ കല്യാണത്തിന് ഞാൻ ഇട്ട വസ്ത്രമല്ലേ. അപ്പോൾ ആ വസ്ത്രം ഞാൻ ഈ വസ്ത്രങ്ങളോ ഒരു വീട്ടിൽ ഏറ്റവും വേസ്റ്റ് എന്തായിരിക്കും? വസ്ത്രം. നമ്മൾ കുടുങ്ങുന്ന സാധനം ഇപ്പോൾ വസ്ത്രമാണ്. നമ്മൾ കുടുങ്ങുന്ന സാധനം ഇപ്പോൾ വസ്ത്രം. ആ പരിധിയിലധികം വസ്ത്രം, പരിധിയിലധികം വസ്ത്രം. അപ്പൊ ഇത് തന്നെ ഇങ്ങനെ എന്തുകൊണ്ട്? ഇത് അനുഗ്രഹമല്ല, ഇത് ശിക്ഷയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഒരാൾക്ക് അയ പരിധിക്കേ ഉള്ളൂ, പരിധിക്ക് ഭക്ഷണമേ ഉള്ളൂ, പരിധിക്കേ ചെറിയുള്ളൂ, പരിധിക്കേ വസ്ത്രമുള്ളൂ എങ്കിൽ അയാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു, സയ്യിദുൽ അഅമാലി അൽ ജൂഉ, അമലുകളിൽ ഏറ്റവും നേതാവ് എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. وقال أبو سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم البسوا وكلوا واشربوا في أنصاف البطون فإنه جزء من النبوة. പരിധിക്ക് വസ്ത്രം ധരിച്ചോളി, പരിധിക്ക് കഴിച്ചോളി, പരിധിക്ക് നിങ്ങൾ കുടിച്ചോളി. അതെല്ലാം ഫി അൻസാ, കുടിക്കുകയും കഴിക്കുകയും ചെയ്ത വയറിന്റെ പകുതി. ഫഇന്നഹു ജുസ്ഉം മിനൻ നുബുവ, അത് നുബുവത്തിന്റെ ഒരു ഭാഗമാണ്. നുബുവത്തിൽ അങ്ങനെയാണ്. നുബുവത്തിൽ പള്ളറിയില്ല, നുബുവത്തിൽ ഒരാൾക്കും പള്ളറിയില്ല. അപ്പോൾ 1.25 ലക്ഷം അമ്പിയാക്കളുള്ള പറഞ്ഞിട്ടുണ്ട്, അവരെന്തുണ്ടായിട്ടില്ല? പള്ളർച്ചിട്ടില്ല. അത് നുബുവത്തിന്റെ ഭാഗമാണ്. ഒരു നബിയാണെങ്കിൽ പള്ളർക്കാൻ പാടില്ല. നുബുവത്തിന് ഫഇന്നഹു ജുസ്ഉം മിനൻ നുബുവ. ഇമാം ഗസാലി തങ്ങൾ പറയാണ്, എൻ്റെ വാക്കല്ല, ഇമാം ഗസാലി തങ്ങൾ പറയാണ് എന്ന്. വഖാല ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫിക്റു നിസ്ഫുൽ ഇബാദ, ചിന്തയാണ് ഇബാദത്തിന്റെ പകുതിയും. അതിനെ ചിന്തനെ പറ്റി പിന്നെ പറയുന്നുണ്ട്. എന്താ അവിടെ പറയാൻ കാരണം പിന്നെ പറയാം. വഖില്ലത്തു തആമിഹി അൽ ഇബാദ, ഭക്ഷണം കുറക്കുകയാണ്, അതാണ് ഇബാദത്ത്. അഫ്ളലുക്കും ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളുടെ അടുക്കൽ സ്ഥാനത്താൽ ഏറ്റവും യോഗ്യനായ ആൾ അള്ളാഹിന്റെ അടുക്കൽ യൗമൽ ഖിയാമയിൽ അത്വലുക്കും ജുആൻ, കൂടുതൽ കാലം വിശന്ന ആളാണ്. വതഫക്കുറൻ ഫില്ലാഹ, അള്ളാഹുവിൽ കൂടുതൽ ചിന്തിച്ച ആളുമാണ്. പള്ളം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയില്ല, ചിന്തന്റെ വാതിൽ അപ്പടക്കും. അതുകൊണ്ടാണല്ലോ ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഇതാ അനുഗ്രഹമില്ലാത്ത ആളുകളെ പേര് പറയുന്നു. തിന്നാതെ ഒരു കൊല്ലം നടന്നു മൊയ്തീൻ ശൈഖ്, അതിനൊന്നും തീരെ അനുഗ്രഹമില്ല. നമുക്ക് നല്ല തീറ്റയാണ്.
നമ്മൾ അള്ളാഹ്ക്ക് അനുഗ്രഹം. എന്താ മനുഷ്യന്മാരെ നമുക്ക് പറ്റി തെറ്റ്, നമ്മൾ അട്ടിമറിഞ്ഞു, നമുക്ക് കിതാബിനെ പട്ടിമറിഞ്ഞു, നമ്മൾ ഖുർആൻ അട്ടിമറിഞ്ഞു. അപ്പം നിങ്ങൾ ചിന്തിക്കി, ഒരു മനുഷ്യന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എന്താണ് ഇബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഫിക്ർ നിസ്ഫുൽ ഇബാദ, ചിന്തയാണ് ഇബാദത്തിൻ്റെ പകുതിയും. വഖില്ലത്തു ത്വആമി അൽ ഇബാദ അഫ്ളലുക്കും ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ അത്വലുക്കും ജുആൻ വതഫക്കുറൻ ഫില്ലാഹ് വഅബ്ഗലുക്കും ഇൻദല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമ കുല്ലു നഊമിൻ അഖൂലിൻ ശറൂബിൻ അള്ളാന്റെ അടുക്കൽ അന്ത്യനാളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ദേഷ്യമുള്ളവൻ, കാണുമ്പോൾ തന്നെ അള്ളാഹ്ക്ക് അവനെ ദേഷ്യമാണ്. ആജാതി ആളാരാ? കുല്ലുനു ഊമിൻ, ഉറക്കക്കാരൻ, അവന് ഉറങ്ങന്നെ. അക്കൂലിൻ, തീറ്റക്കാരൻ. ഷറൂബിൻ, കുടിക്കാരൻ. അവനങ്ങനെ തിന്നും കുടിക്കും, പിന്നെ ആണ്ട് ഉറങ്ങും. അത്താഴുള്ളത് കൊണ്ട് സുബൈക്ക് എണീക്കും, പിന്നെ ആണ്ട് കുറഞ്ഞു. പിന്നെ എണീക്കണം എപ്പോഴാ? 3 മണിക്ക്. എന്നാൽ പിന്നെ നല്ല മനുഷ്യനുമാണ്. എന്ത് ഇക്കാലം വരെ കള്ളയായിട്ടില്ല, നിസ്കരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ അസർ വാങ്ങിക്കൊടുത്തു, അസർ നിസ്കരിച്ച് പിന്നെ പീടി പോയി, പിന്നെ തിന്നാൾ കൂട്ടിക്കൊണ്ടു ഒരു 2 ബത്തക്കയും അതും ഇതും കൊണ്ട് പിന്നെ തിന്ന. പിന്നെ സുബൈ വരെ ഓനും പെണ്ണുങ്ങളും ചിറ്റടിച്ച് ഫുൾ ജാർ സോഡ, മറ്റേ സോഡ, അങ്ങനെ ഓരോ നാട്ടിലും അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. നിലമ്പൂർ കുറുക്കി സർബത്ത്. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്, ഒത്തല്ല മുമ്പ്. നിലമ്പൂർ കുറുക്കി സർബത്ത്. ഞാൻ അന്നിൻ്റെ ഇസ്മായിൽ എൻ്റെ ഡ്രൈവർ, അല്ലടാ നിലമ്പൂരിൽ. അപ്പം അങ്ങനെയാണ്. നിലമ്പൂർ തേക്ക്, നിലമ്പൂർ ഫർണിച്ചർ, നിലമ്പൂർ അതിനുണ്ടാവുന്നല്ല പറയാം. അപ്പം നിങ്ങൾ ചിന്തിക്കും. അപ്പം ഇതന്നെ അങ്ങനെ ഈ ഫുൾ ജാർ സോഡ ഇതും അതൊക്കെ തിന്നെ. ഇത് എവിടേക്കപ്പം ഇടുന്നത്? എൻ്റെ കിഡ്നി പോയി. നമ്മളൊക്കെ അത്യാവശ്യം കണ്ണിൽ ക്ലിനിക്ക. മൂത്തടുത്ത് ആശുപത്രി ഇല്ല എൻ്റെ കുട്ടിക്കാലത്ത്, മൂത്തടുത്ത് ആശുപത്രി ഇല്ല. ഒരു ചെറിയ ആശുപത്രി നിലമ്പൂർ. ഇന്നോ എത്ര ക്ലിനിക്കുകളാണ്. പഴയ കാലത്ത് രക്തം മൂത്രം ടെസ്റ്റ് ചെയ്യൽ തന്നെയല്ല. മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ നാട്ടിലൊന്നുമില്ല. രക്തമൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എവിടേക്കോ പോകണം. ഇപ്പോൾ ഓരോ ഫർലോങ്ങിലും എന്തുണ്ട്? രക്തം ടെസ്റ്റ് ചെയ്യണം. കാരണം എന്താണ്? എനിക്ക് ഷുഗറാണ്. ഷുഗർ എങ്ങനെ വന്ന രോഗം പറയാൻ? എങ്ങനെ ഷുഗർ വന്ന്? തീറ്റ കൂടി. തീറ്റ മുഴത്തതിലാണെങ്കിൽ ഷുഗർ ഉണ്ടാവില്ല. പണിയൊട്ടില്ലേനും. പണ്ട് തിന്നാനില്ല, പണി കൂടുതലുമാണ്. അപ്പം എന്തില്ല? ഷുഗറില്ല. പഴയകാലത്ത് മുതലാളിമാർ അഹങ്കരിച്ച് പറയണ അതാണ് എന്ത്? മറ്റേ ലേശുണ്ട്. മുതലാളിമാർ, അതായത് ഓനെ ഒരു ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ കൂട്ടും. ഒരാൾക്ക് ഷുഗർ ഉണ്ടാക്കുക പറഞ്ഞാൽ അക്കാലത്തെ ഒരു സസ്യരുന്ന മൂപ്പർക്ക് ഷുഗറാണ്. അപ്പം മൂപ്പർക്ക് എന്തുണ്ടെന്ന് അതിൻ്റെ അർത്ഥം? പൈസ ഉണ്ട്, മുതലുണ്ട്. മുതലുണ്ടാവും, മൂപ്പർക്ക് എന്തില്ല? പണിയില്ലടാ ചങ്ങായി. മൂപ്പർക്ക് തിന്നാനുണ്ട്, എന്തില്ല? പണിയില്ല. അപ്പം മൂപ്പർക്ക് എന്തുണ്ട്? എനിക്ക് കൃത്യമായി ഓർമ്മ ഉണ്ട്. അതൊക്കെ മൂപ്പർക്ക് ലേസുണ്ടാവും. അതൊരു വലിപ്പത്തിലാണ് മുതലാളിമാർക്ക്. എനിക്ക് മറ്റേ ലേസുണ്ട്. അപ്പം മറ്റേ മുതലാളിക്കും വേദനയാവും. എന്ത്? എനിക്ക് ഷുഗർ ഉണ്ടായില്ലല്ലോ. ഇപ്പം എല്ലാവരും മുതലാളിമാരാണ്. അപ്പം എല്ലാവർക്കും ഷുഗറാണ്. ഇത് അള്ളാന്റെ കലാമ മുന്നിൽ വെച്ച് പറയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് മുതലാളിമാർക്ക് മാത്രം ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? ഷുഗർ. അപ്പം അത് അത്ഭുതമാണ്. മുതലാളിമാർക്ക് ഷുഗർ ഉണ്ടാവും ചെയ്യും. പഞ്ചസാര മൂപ്പർക്ക് പഞ്ചസാര പറ്റൂല. അപ്പോൾ മൂപ്പർക്ക് ഒരു വലിപ്പത്തര. എന്ത്? മൂപ്പരാരാണ്? സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ആ നാട്ടിലൊരു മുതലാളിയാണ് മൂപ്പര് എന്ന് മൂപ്പർക്ക് ഷുഗർ ഉണ്ടാകാൻ മതി. ചിലപ്പോൾ മൂപ്പർന്നിട്ടുണ്ടാവും. ഷുഗർ ഒന്നും ഉണ്ടാക്കിയിട്ട് പണിയില്ല. അപ്പം 2 കാര്യം ഉണ്ടായാലേ ഷുഗർ ഉണ്ടാകൂ. 1 മുതലുണ്ട്, 2 പണിയില്ല. അപ്പോൾ മൂപ്പർക്ക് എന്തുണ്ട്? ഷുഗർ. ഇപ്പം എല്ലാവർക്കും മുതലുണ്ട്, ആർക്കും പണിയില്ല. പണി പങ്കാളികൾക്കാണ്. അപ്പം ഞമ്മക്കൊക്കെ എന്തുണ്ട്? ഷുഗറായി. ജനത എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ വക്കം അഖിലക്കിനാമിൻ കറിയത്തിൻ ബത്തിറത്തും ഐഷത്താ, അവരെ ഞാൻ നശിപ്പിച്ചു. ഈ നശിപ്പിക്കൽ ഒരർത്ഥം എന്തായിരിക്കാം? ഈ രോഗങ്ങളാധിക്യം നശിപ്പിച്ചില്ല. നമ്മളീ നശിപ്പിച്ച മനസ്സിലാക്കിയില്ല. നമ്മളെ ഷുഗർ കൂടി, പ്രഷർ കൂടി. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതെന്താ ശിക്ഷ? എല്ലാവരും എന്താ
എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്താ? സിഹത്തൽ, ആരോഗ്യമല്ലേ. അത് നശിച്ചില്ലേ? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? എന്താ ഹബീബ റസൂലുള്ള പറഞ്ഞത്? ഹബീബ റസൂലുള്ള പറഞ്ഞത് എന്താ? ഹബീബ നബി പറഞ്ഞത് അൽ മാലു ഖൈറുൻ ലിമൻ ഇത്തഖ, പടച്ചോനെ പേടിക്കണമെന്ന് മുതലിട്ടിയ നല്ലതാണ്. വസ്സിഹത്തു ഖൈറുൻ, എന്നാൽ ആരോഗ്യം എല്ലാവർക്കും നല്ലതാണ്. തിരിഞ്ഞില്ല. മുതൽ പടച്ചോനെ പേടിക്കണമെന്ന് നല്ലതാണ്, എന്നാൽ ആരോഗ്യം എല്ലാവരും പറയും. എങ്ങനെ ആദ്യത്തെ? അൽ മാലു ഖൈറുൻ ലിമൻ ഇത്തഖ, അൽ ഗിന ഖൈറുൻ ലിമൻ ഇത്തഖ, പടച്ചോനെ പേടിക്കണമെന്ന് മുതലിട്ടിയ നല്ലതാണ്, എന്നാൽ അസിഹത്തു ഖൈറൂൻ, അസിഹത്തു ഖൈറൂൻ സലുല്ലാഹൽ ആഫിയ, ആരോഗ്യം എല്ലാവർക്കും നല്ലതാണ്. സലുല്ലാഹൽ ആഫിയ. നിങ്ങൾ അള്ളാഹിനോട് മുതൽ വയ്ക്കണ്ട, നിങ്ങൾ അള്ളാഹിനോട് എന്ത് വയ്ക്കി പറയും, എന്ത് വയ്ക്കി? ആരോഗ്യം, ആഫിയത്ത് വെച്ചോളൂ, ആഫിയത്ത് വെച്ചോളൂ. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മയാണ് എന്ത്? ആഫിയത്ത്. അതല്ല ഇപ്പം നമുക്ക് ഇല്ലാതായത്, അതല്ല ഇല്ലാതായത്. നിങ്ങളും ചിന്തിക്കുക. ഇപ്പം ഈ കൂട്ടത്തിൽ ഷുഗർ ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും, ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു കുറവായിരിക്കും. ഒത്തിരി ഷുഗർ ഇല്ല എന്നാണ് അവനെ രണ്ടോട്ടം നോക്കും, ഇല്ല എന്നിട്ട് ഇല്ല എന്നപ്പോൾ അല്ല, ഒരു അത്ഭുതമാണ് അവനെ കാണുമ്പോൾ. നമുക്ക് പിന്നെ നെൽമ്പൂർ പാട്ടിനൊക്കെ കൊണ്ടുവയ്ക്കേണ്ട ആളാണ്. കറക്റ്റ് നെൽമ്പൂരിൻ്റെ ഒരു ഉത്സവങ്ങളുണ്ട് ധനുമാസത്തിൽ. ധനു അവസാനിക്കുമ്പോൾ നെൽമ്പൂർ പാട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ പഴയ കാലത്ത് പറയാം, എന്നെ നെൽമ്പൂർ പാട്ടിന് കൊണ്ടുപോകാം, അവനെ കൊണ്ട് പ്രദർശിപ്പിച്ച പൈസ ഇട്ടു. ഇപ്പം പ്രദർശിപ്പിക്കാൻ പറ്റിയ ആൾ ഷുഗർ ഇല്ലാത്തവൻ എഴുതിയേക്കാം, ഷുഗർ ഇല്ലാത്തവനെ. പിന്നെ അല്ല കാര്യം പറയാം, അങ്ങനെ പറയാം. ചിന്തിക്ക്, നമ്മൾ നശിച്ചു. വക്കം അഹ്ലക്കിനാമേ കറിയത്തിൽ നമ്മളെ അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ എന്ന്. അന്ത്യനാളിൽ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും അള്ളാഹ്ക്ക് ദേഷ്യമുള്ളവൻ കുല്ലിന് ഉമീൻ, പേരും ഉറക്കക്കാരൻ. അക്കൂലിൻ, തിന്നുമേൽ തിന്ന, തിന്നീമ തിന്ന, ഒന്ന് ദഹിക്കാതെ അടുത്ത് തിന്ന, ഇതാണ് അക്കൂലി. എന്ത് 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 അക്കൂലി പറഞ്ഞാൽ എന്താ? ആക്കിലാണ് തിന്നോൻ. അക്കൂലി പറഞ്ഞാലോ തിന്നിമ്മൽ തിന്ന, ഒന്ന് ദഹിക്കാതെ അടുത്ത് തിന്ന. ഷെറൂബ്, കുടിശീമ കൂടെ കുടിക്ക, പിന്നെയും കുടിക്കന്നെ, കുടി 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 കുടി. ഇവിടുന്ന് ചായ കുടിച്ചു, അവിടെ ജ്യൂസ് കുടിച്ചു, അപ്പുറത്ത് ചായ കുടിച്ചു, അങ്ങനെ അങ്ങനെ എല്ലാം തിന്നെ. മീൻ ബിരിയാണി തിന്നതിന് ശേഷം ഫ്രൂട്ട്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഫ്രൂട്ട്സും മീൻ തമ്മിൽ യോജിക്കില്ല. പറഞ്ഞപ്പോൾ ഓൾക്കൊക്കെ ഒരു ദേഷ്യം പോലെ. ഓൽക്കൊക്കെ പിന്നെ അത് പറഞ്ഞതുകൊണ്ട് ഓൽക്കത് എടുക്കാൻ പറ്റൂലല്ലോ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. അവർ മീൻ ബിരിയാണി തിന്ന് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് വെച്ചപ്പോൾ പറഞ്ഞു, ഇത് തമ്മിൽ യോജിക്കൂല കേട്ടോ, ഫ്രൂട്ട്സും മീനും തമ്മിൽ യോജിക്കൂല, ഫ്രൂട്ട്സും മീനും യോജിക്കില്ല, ഫ്രൂട്ട്സും കോഴി തമ്മിൽ യോജിക്കൂല. കോഴി നിന്നുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. തൈര് ഇപ്പോൾ കൂട്ടാത്ത സ്ഥലം ഏതാ? തൈരിന് എത്ര ലിമിറ്റ് ഉണ്ട്? തൈര് കൂട്ടേണ്ടത് എപ്പോഴാണ്? ഉച്ചക്ക്. പച്ചക്കറി ഉണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കുക, ഇറച്ചിന് ഉപയോഗിക്കുക, മീനിന് പറ്റൂല, കോഴി പറ്റൂല. ഇത് മഗ്‌രിബ് നിസ്കരിക്കുക, മഗ്‌രിബിന് മുമ്പ് നോമ്പറക്കാൻ എന്താണുള്ളത്? നോമ്പറക്കാൻ ഇപ്പം കോഴി ബിരിയാണി, എന്താ ഇതിൽ ഒഴിക്കണത്? തൈര്. എന്ത് ബന്ധമായി തമ്മിലുള്ളത്? നിങ്ങൾക്ക് പറയാൻ മനസ്സിലുണ്ട്? ആരെങ്കിലും ഒന്ന് തടയുന്നുണ്ടോ? ഇത് ചങ്ങനെ നല്ല കിഡ്നിക്ക് കേടാ മനുഷ്യ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിന് ഉപയോഗിക്കാൻ പാടില്ല ഈ സാധനം. ഓരോന്നിനും സാധനം ഉപയോഗിക്കുന്ന ഒരു കണക്കില്ലേ? അതിന് മറ്റേ പറ്റൂലല്ലോ. ഓരോ പറ്റണോ പറ്റാത്തില്ലേ? ഒന്ന് കിട്ടിയതൊക്കെ കയറ്റന്നെ, എല്ലാം തിന്നു. അതന്നെ ആ കൂലി. എന്തിട്ടാലും തിന്നു, തിന്നിമീ കൂടെ തിന്നെ ആ കൂലി. ഷെറൂബ്, കുടിച്ചുമ്പോ കൂടെ കുടിക്കുക. ഇവരാണ് അന്ത്യനാളിൽ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ദേഷ്യം. ഒരാവശ്യമില്ലാതെ നബി വിശന്ന് നടന്നിരുന്നു. ആവശ്യമില്ലാതെ, അങ്ങനെ വിശക്കേണ്ട ഒരു ആവശ്യം നബിക്ക് അവിടെ ഇല്ല. നബി തിന്നൂല, വിശക്കും. വഖാല, ഹബീബ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ യുബാഹി മലായികതൻ, മലക്കളോട് അല്ലാഹു തആല അഭിമാനം പറയും, ബിമൻ, ഒരാളെ കുറിച്ച്, കല്ലമ ത്വാമുഹു വ മശ്റബുഹു ഫി ദുനിയ, ആ ദുനിയാവിൽ തീറ്റയും കുറവാണ്
കുടിക്കലും കുറവാണ്. എങ്കിൽ അള്ളാഹ് അഭിമാനം പറയും, എൻ്റെ ഒരു അടിമ കണ്ടില്ലേ, ഞാൻ എമ്പാടും അവന് കൊടുത്തിട്ടൊന്നും തിന്നുന്നില്ലല്ലോ, എന്തായാലും കൊടുത്തിട്ട് കുടിക്കണില്ലല്ലോ എന്ന്. മലക്കോട് അള്ളാഹു തആല പറയും, ഇബ്തലൈതു ബിത്വാമി വശറാബി ഫിദ്ദുനിയ, എമ്പാടും ത്വാമും ശറാബും ഒക്കെ ഞാൻ കൊടുത്തു, പക്ഷേ ഞാൻ ഫസബറ വതറക്കഹുമാ, ഓൻ അത് തിന്നണില്ല, കുടിക്കണില്ല. ഷദു യാ മലായികത്തി മാമിൻ അഖിലത്തിൻ യദഉഹ ഇല്ലാ അബ്ദൽതുഹു ബിഹാ ദറജാത്തിൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, എന്താണ് പറയാ? മാമിൻ അഖിലത്തി, മലായികത്തെ നിങ്ങൾ സാക്ഷിയായിക്കോളി, മാമിൻ അഖിലത്തിൻ യദഉഹ, ഇവൻ ഉപേക്ഷിക്കുന്ന ഒരു ഭക്ഷണവും ഇല്ല, ഇല്ല അബ്ദൽതുഹു, അതിന് ഞാൻ പകരം കൊടുത്തിട്ടല്ലാതെ, ബിഹാ, ആ ഭക്ഷണത്തിന് പകരമായി കൊടുക്കും, ദറജാത്തിൻ, പദവികളെ, ഫിൽ ജന്ന, സ്വർഗത്തിൽ. ഓനെമ്പാട് തിന്നാണ്ട് പക്ഷെ പരിധിക്ക് എന്നുള്ളൂ, ഓനെമ്പാട് കുടിക്കാണ്ട് പരിധിക്ക് കുടിക്കുള്ളൂ. ചിന്തിക്ക് ഒരു കഴിക്കുന്നതൊക്കെ വളരെ ചിന്തിക്കണം. വളരെ ഈ ആർട്ടിഫിഷ്യലായി ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊന്നും കഴിക്കരുതട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഇപ്പം പുറത്തുനിന്ന് വാങ്ങുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയാം, എസെൻസ് അതല്ല, അതിൻ്റെ ഫ്ലേവറാണ്, അത് സത്യത്തിൽ പെട്രോളിയമാണ്. മനസ്സിലായില്ല? ഭക്ഷ്യ എസെൻസുകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പെട്രോളിയമാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? ഭക്ഷ്യ എസെൻസുകളുടെ അടിസ്ഥാനം പെട്രോളിയമാണ്. അതിൻ്റെ രുചി കയറ്റാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, പിസ്ത. നമ്മൾ പിസ്ത നമ്മൾ ഭക്ഷണത്തിലിടുമല്ലോ, അതേസമയം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ എന്ത് കിട്ടും? പിസ്തൻ്റെ എസെൻസ് കിട്ടും. അതെന്തല്ല, പിസ്തല്ല, അത് പെട്രോളിയാണ്. മനസ്സിലായില്ല? അതിലേക്ക് ഇതിൻ്റെ എസെൻസ് കൂട്ടി, അതിൻ്റെ കളർ കൂട്ടി, അതിൻ്റെ വാസന കൂട്ടി, അതാണത്. അത് ആപത്താണ്, പെട്രോളിയമാണ് അടിസ്ഥാനപരമായി അത്. അപ്പം ഇങ്ങനെ ഈ കാണുന്നത് മുഴുവനും അങ്ങനെയാണ്. മാങ്ങ ജ്യൂസ്, ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കുപ്പിയില്ലേ മാങ്ങ ജ്യൂസ്, മാങ്ങി അത് തമ്മിലൊരു ബന്ധമില്ല, അതതിൻ്റെ ഫ്ലേവർ കയറ്റിയതാണ്. കൃത്രിമമായി ഉണ്ടാക്കി തരാൻ കഴിയും. അപ്പം ആ സാധനം കഴിക്കേ ചെയ്യും. അതെ ഒറിജിനൽ സാധനം അങ്ങനെ നിൽക്കില്ല. ഇനി ഏതെങ്കിലും ഒരു സാധനം ഒറിജിനൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വിഷമായി കയറ്റിയിട്ടുണ്ടാവും. എന്തിന്? അതിൻ്റെ ലെങ്ത്തിനൊക്കെ ഒരുപാട് കാലം കിട്ടാൻ വേണ്ടിയിട്ട് ആ സാധനം ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ സാധനത്തിൻ്റെ പീടി ആ സാധനം കുടിക്കുക ചെയ്യരുത്. ഇതൊക്കെ കിഡ്നിക്കേടാണ്. നിങ്ങളെ ഭക്ഷണവുമായും വെള്ളവുമായി കിഡ്നികൾ കണ്ടിട്ടില്ല, എത്ര ചെറിയ സാധനമാണ്. ഇതല്ല ഈ സാധനം ക്ലിയറാക്കി കൊടുക്കേണ്ടത്. അപ്പം ചുരുക്കത്തിൽ വളരെ ചിന്തിക്കണം. ഇതന്നെ അള്ളാഹു നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അതായിരിക്കാം. നബി പറഞ്ഞു, ലാ തുമീത്തുൽ ഖുലൂബ, ഹൃദയത്തെ നിങ്ങൾ കൊല്ലരുത്, ബികസറത്തു ത്വാമി, ഭക്ഷണം കൂട്ടിയിട്ട്, വശറാബി, പാനീയങ്ങൾ കൂട്ടിയിട്ട്, ഫഇന്നൽ ഖൽബ, ഹൃദയം കസ്സർഇ, കൃഷിയെ പോലെയാണ്, യമൂതു, ആ കൃഷി മരിക്കും, ഇദാ കസറ അലൈഹിൽ മാഉ. ഉദാഹരണം, വെള്ളപ്പൊക്കം ഉണ്ടായ നെല്ലിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, എന്നാലോ ആ നെല്ല് പോയി. വായിൽ വെള്ളം മൂടിയാലോ പോയി. എന്നാൽ വായക്ക് എന്ത് വേണം? വെള്ളം വേണം. എന്നാൽ വെള്ളം മൂടിയാലോ? പറയും മനുഷ്യന്മാരെ തന്നെ മുത്തുനബി പറയാണ്, നിങ്ങൾ വെള്ളം കൂട്ടരുത്, വെള്ളം വേണം. ഇപ്പം ചാണകം കൊണ്ട് നമ്മൾ പഴയ കാലത്ത് കൃഷിയിടത്തിലൊക്കെ ചാണകം കൊടും. വായൻ്റെ കൊല്ല് വരെ ചാണകം ഇട്ടാലോ? വായ ചാണകമാവും. മനസ്സിലായില്ല? വായക്ക് ചാണകം വേണം. വേണം. എത്ര വേണം? അതിൻ്റെ അടിയിൽ ലേശം. വായക്ക് വെള്ളം വേണം. എൻ്റെ പേരിന് എടുക്കാനുള്ള അളവ് ചെറിയൊരു കിനിവ് വേണം. തെങ്ങിന് വെള്ളം വേണം. എത്ര? അത് നമ്മളിങ്ങനെ പഴയ കാലത്ത് കുടമ്പൊക്കും. പഴയ കാലത്ത് ഒരു കുടമ്പൊക്കലുണ്ട്. കുടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തുള്ളി ഇങ്ങനെ ചാടും. അങ്ങനെ വേണം. തെങ്ങ് വെച്ചിട്ടാണ് അതിൻ്റെ മേലെ വെള്ളം മൂടിയാലോ? അത്തങ്ങ് പോയി, ചീഞ്ഞു പോയി. നിങ്ങൾക്ക് തീറ്റയും കുടിയും വേണം. പള്ളൻ്റെ അടിയിൽ ലേശം വേണം. നിങ്ങളതിമ നിറച്ചാലോ അത് ചീഞ്ഞു പോയി. നിങ്ങൾ ചീഞ്ഞ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല.
ലാ തുമീത്തുൽ ഖുലൂബ, ഹൃദയത്തെ നിങ്ങൾ കൊല്ലരുത്, മരിപ്പിക്കരുത്. എങ്ങനെ? ബി കസ്റത്തി ത്വാമി വശ്റാബി, സാമും ഷറാബും ഒക്കെ കൂട്ടിയിട്ട്. ഫൈനൽ ഖൽബ, കൽബ് കസ്റഈ, കൃഷി പോലെയാണ്. യമൂത്തു, അത് ചത്തുവും. ഇതാ കസ്റ അലൈഹിൽ മാഉ, വെള്ളം കൂടിയാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു. ഒക്കെ ഗസാലി ഇമാം രേഖപ്പെടുത്തിയ ഹദീസ് മാത്രമേ, ഇന്നത് മാത്രമേ ഞാൻ വായിക്കുള്ളൂ. മാ മലഅ ഇബ്നു ആദമ ബിയാൻ, ഈ വിഷയത്തിൽ വേണ്ടി മാത്രം എത്ര കിതാബുകളാണുള്ളതെന്നറിയ ലോകത്ത്. ഭക്ഷണം കുറക്കണേ, വെള്ളം കുറക്കണേ എന്ന് പറയാൻ വേണ്ടി ആയിരക്കണക്കായ കിതാബ് അയിമത്ത് എഴുതിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, ഭക്ഷണം കുറക്കാൻ. ഭക്ഷണം കുറക്കണേ, വെള്ളം കുറക്കണേ എന്ന് പറയാൻ വേണ്ടി ആയിരക്കണക്കായ കിതാബുകൾ അയിമ്മത്ത് ലോകത്ത് എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കായ കിതാബുകൾ. ഹബീബായ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മലഅ ഇബ്നു ആദമ, ആദമിന്റെ പുത്രന്മാർ പുത്രികൾ നിറച്ചിട്ടില്ല, വ്യാൻ ഒരു പാത്രത്തെ, ശർറൻ ശർറായിട്ട്, മിൻ ബത്നിഹി അവന്റെ വയറിനേക്കാൾ. ഹസ്ബു ഇബ്നു ആദമ ലുഖൈമാത്ത്, ചില ഉരുളകൾ മനുഷ്യന് കിട്ടിയാൽ മതി. യുഖിംന സുൽബഹു, അവന്റെ നടുവിനെ നിവർത്തുന്ന ഉരുള കിട്ടിയാൽ മതി മനുഷ്യന്. വൈകാന ലാബുദ്ധ, അത്യാവശ്യമാണെങ്കിൽ ഫായിലൻ, അവൻ അത്യാവശ്യമായി കഴിക്കണമെങ്കിൽ ഫസുലുസുലി ത്വാമിഹി വതുലുസുലി ശറാബിഹി വതുലുസുലി നഫസിഹി, ഭക്ഷണത്തിന് ഒരു 1/3 ഭാഗവും, വെള്ളത്തിന് 1/3 ഭാഗവും, പിന്നെ ശ്വാസത്തിന് 1/3 ഭാഗവും, അങ്ങനെ കഴിച്ചോട്ടെ എന്ന്. അൻ ഉസാബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാല, ഉസാമത്ത് ബിൻ സയ്യിദ്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ രേഖപ്പെടുത്തിയ ഹദീസിൽ മുസ്തഫ നബി പറയുന്ന വിശദീകരണത്തിൽ കാണാം, ഫളീലത്തുൽ ജൂഇ ഇന്ന അഖറബൻ നാസി മിനല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമ മൻ ത്വാല ജൂഉഹു വഅത്ശുഹു, വിശപ്പും ദാഹവും കൂടിയവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഖറബായ അടുത്ത ആൾ. الأخفياء الأتقياء الذين إذا شهدوا لم يعرفوا وإن غابوا لم يفتقدوا تعرفهم بقاع الأرض وتحف بهم ملائكة السماء. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളില്ലേ, അവർ വലിയ കൂട്ടത്തിലൊന്നും കൂടൂല, വലിയ കൂട്ടത്തിലൊന്നും അവരുണ്ടാവില്ല. അള്ളാഹിൻ്റെ അടുക്കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാ? അൽ അഖ്ഫിയാവു, മറഞ്ഞു നടക്കണവർ, അൽ അത്തഖിയാവു, പടച്ചവനെ സൂക്ഷിക്കുന്നവർ. അല്ലദീന, ഒരു കൂട്ടത്തിൽ ഇതാ ചെയ്തു, അവരുണ്ടെങ്കിലും ലം യുറഫു, അവരറിയപ്പെടുകയില്ല, ഫി ദുനിയാവിൽ. ഒരു വാപ്പു അവരില്ലാതായെങ്കിലോ ലം യുഫ്തഖദു, അവരാരും അന്വേഷിക്കില്ല. അങ്ങനത്തെ ആളുകൾ, ചില ആളുകൾ ഉണ്ടായാൽ ആരും അറിയില്ല, ഇല്ലാതായാൽ ആരും അന്വേഷിക്കില്ല. കാരണം അവരങ്ങനത്തെ കൂട്ടത്തിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? ഉണ്ടായാൽ ആരും അറിയാത്തവരില്ലേ? ഓനുള്ള വിവരം ആരും അറിയില്ല. ഓനങ്ങനെ കൂട്ടത്തിൽ ഒന്നുമില്ല. ഓനങ്ങനെ ചിരിക്കാനോ കളിക്കാനോ തമാശക്കൊന്നും ഓനില്ല. ഇപ്പോൾ ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് പള്ളീൻ്റെ ചേച്ചളിമ ഒരു കുറച്ച് വർത്താനം പറഞ്ഞിട്ട് അക്കൂട്ടത്തിൽ ഓനില്ല. ഓൻ വന്നോന്നില്ലേന്ന് തന്നെ തർക്കമാണ്. അങ്ങനത്തെ ആളുകൾ ജമാഅത്ത് ഞാൻ ഒരു പോവും, വർത്താനത്തിന് ഉണ്ടാവില്ല. വർത്താനത്തിന് നിൽക്കണോ എല്ലാവരും അറിയും. അവർ നാട്ടിലുണ്ടെങ്കിൽ തന്നെ അവരാരും അറിയില്ല. വൈനവാബ് നാട്ടിലില്ലെങ്കിലോ മിഫ്തഖദു, അവരെ അന്വേഷിക്കപ്പെടുകയുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അവരൊന്നിലും ഉണ്ടാവില്ല, അവരില്ല, അവരില്ല, ഒന്നുമില്ല. ഒരു പിന്നെ കൂട്ടത്തിൽ കൂടി കളിക്കാനോ ചിരിക്കാനോ ഒന്നും പോലില്ല. അതിൽപ്പെട്ട ഒരാൾ ഉമ്രക്ക് പോയി വന്ന് പിന്നെ ഉമ്ര വിസക്ക് പോയിട്ട് അവന് എന്താ പറയുക, എന്താ അവിടെ കയറി അൽബദറിൽ പിന്നെ കുബുസമ്മനിലൊക്കെ കയറി ജോലിയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു മാസം ഒരു കൊല്ലം പണിയെടുത്ത് പിന്നെ തിരിച്ച് വന്ന് അസ്സലാമു അലൈക്കും പള്ളി സെക്രട്ടറി പിന്നെ പിരിവിന് ഇരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും, വെള്ളിയാഴ്ച അസ്സലാമു അലൈക്കും. എൻ്റെ കണക്കെത്ര നോക്കി ഞാൻ ഉമ്രക്ക് പോയി അവിടെ കുറച്ച് നേരം പണിയെടുത്തു. അപ്പോൾ സെക്രട്ടറിക്ക് എന്നെ അന്തം വിടൽ, ഇച്ചിവിടല്ലേന്നു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഇതാ വൈനുഹാബൂല മിഫ്തഖദു, അവരില്ലെങ്കിൽ തന്നെ ആരും അവനെ പറ്റി അന്വേഷിക്കാനല്ല. അങ്ങനെ ഉണ്ടായാലും വലിയ കാര്യമല്ല. ഇത് തല്ലാനോ കുത്താനോ ചവിട്ടാനോ ഫുട്ബോൾ ഗ്രൗണ്ട് തല്ലുണ്ടാക്കാനോ ഒന്നും ഓനില്ല. ഇനി ഓനുണ്ടെങ്കിൽ തന്നെ ആരും ഓനൊരു കണക്കാക്കില്ല. ഇനി ഒരുത്തം രണ്ടാൾ പോകുമ്പോൾ ബനോന്ന് വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ മറ്റേ പോണേ ഓനോടൊക്കെ വർത്താൻ ഈ ജാതി ഉപകാരമില്ലാത്തതിലൊക്കെ ചാത്തി കൂട്ടുണ്ട് ഓനൊക്കെ. എന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തിലുണ്ടോ? എന്ത് അല്ലാത്തൊക്കെ അവൻ പടച്ചവനെ പേടിച്ചിട്ടാണ് കൂടാതെ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും കൂട്ടത്തിൽ കൂടിയ തിന്നേണ്ടി വരും. ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് കൂട്ടത്തിൽ കൂടിയ എന്ത് വേണം പറയാൻ മനുഷ്യൻ? ഇന്ന് കൂട്ടത്തിൽ കൂടി തിന്നല്ലോ.
കൂട്ടത്തിൽ കൂടിയാൽ തിന്നണം, തിന്നാതെ കുടിക്കാതെ പറ്റൂല, അവൻ നിയന്ത്രിക്കാൻ അവന് കഴിയില്ല. ഇതൊക്കെ തന്നെ എന്ന് 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 ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ തബ്കിലർദു, ഭൂമി കരയും, ഇദാ ഫഖദത്തും, ഭൂമിക്ക് അവരെ കാണാതായാൽ. എന്ന് അവർ മരിച്ച ഭൂമി കരയും എന്ന്. കാരണം അവർ മരിച്ച ഭൂമി കരയും. അവർ ഭൂമിക്ക് അലങ്കാരം അത്തരം ആളുകളായിരുന്നു എന്ന്. അൽ അർളു ഫർഹത്തുൻ, ഭൂമി സന്തോഷിക്കും. ആര്? അക്രമികളും തമ്മാടികളുമായ ആളുകൾ, മോശപ്പെട്ട വ്യക്തികൾ. ആ വ്യക്തികൾ മരിച്ചാൽ ഭൂമി സന്തോഷിക്കും. തഫ്റഹുൽ ബിലാദു വദ്ദവാബു, ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്, നാടുകൾക്കും പട്ടണങ്ങൾക്കും വരെ സന്തോഷമാവും മോശപ്പെട്ട വ്യക്തികൾ മരിച്ചാൽ. സന്തോഷമായിരിക്കും. അതേ സമയത്ത് ഇങ്ങനത്തെ ആളുകൾ മരിച്ചാൽ അവരാരും കൂട്ടത്തിൽ കൂടാത്ത പാവങ്ങളാണ്, അത് ഭൂമിക്ക് വിഷമാണ്, ഭൂമി കരയും അത്ര ആളുകൾ മരിച്ചാൽ എന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശമ്മിറു ഫി അൻസാഫിൽ ബുത്തൂനി തഅകുലു മിൻ ഫി മലകൂത്തി സമാ, നിങ്ങൾ എപ്പോഴും കുറച്ച് തിന്നോളി എന്നങ്ങൾക്ക് മലക്കൂത്തിൽ സമായിൽ പോയി സന്തോഷിക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. തദ്ഖുലു, നിങ്ങൾക്ക് പ്രവേശിക്കാം, ഫി മലകൂത്തി സമാ, മലക്കൂത്ത് സമായിൽ പ്രവേശിക്കാം. വഖാല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി പറഞ്ഞു, യാ മഅശറൽ ഹവാരിയീൻ, ഹവാരിയങ്ങളെ, അജിയു അക്ബാദക്കും, നിങ്ങൾ കരളുകളെ നിങ്ങൾ വിശപ്പിക്കുവീൻ. വഅയറു അജ്സാദക്കും, പരിധിക്ക് മാത്രം വസ്ത്രം ധരിക്കുവീൻ. ലഅല്ല ഖുലൂബക്കും തറല്ലാഹി അല്ലാഹ അസ്സ വജല്ല, നിങ്ങൾക്ക് റബ്ബിനെ എളുപ്പത്തിൽ കാണാൻ കഴിയും, സന്തോഷിച്ച് കാണാൻ കഴിയും. നിങ്ങൾ പരിധിക്ക് തിന്നാലും മതി, കുടിച്ചാലും മതി, പരിധിക്ക് ധരിച്ചാൽ മതി എന്ന് സയ്യിദുനാ ഈസാ എന്ന്. നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം താവൂസ് തങ്ങളെ റളിയല്ലാഹു അൻഹു ഹബീബ നബി പറഞ്ഞു, മക്തൂബൻ ഫി തൗറാത്തി, തൗറാത്തിൽ എഴുതപ്പെട്ടിരുന്നു. വേറെ വാക്ക് വഖീല മക്തൂബൻ ഫി തൗറാത്തി, തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ ലയബൂലു, അല്ലാഹു തആല ദേഷ്യം പിടിക്കും, അൽ ഹിബറ സമീന, പണ്ഡിതന്മാരോട്, അസ്സമീന, തടിച്ചു കൊഴുത്ത പണ്ഡിതന്മാരെ പടച്ചോന് ദേഷ്യാണ്. സെമിന, എന്തുകൊണ്ട് തടിച്ചു കൊഴുക്കൽ എന്നത് യദുല്ലു അലൽ ഓഫലത്തി, അശ്രദ്ധയുടെ മേലറിയിക്കും. കസറത്തുൽ അക്ലി, തീറ്റ കൂടുക, വദാലിക ഖബീഹുൻ ഖുസൂസൻ ബിൽ, തീറ്റ കൂടിയാൽ തടിച്ചു കൊഴുക്കണ പിന്നെ പണ്ഡിതന്മാർ. ഹിബർ പറഞ്ഞാൽ ജൂത പുരോഹിതന്മാർക്കാണ് ഹിബർ എന്ന് പറയാം. മനസ്സിലായില്ല? തൗറാത്തിൽ എഴുതിയിരുന്നു, അവരെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ എന്ത് ചെയ്യരുത്, വല്ലാതെ മനസ്സിലായില്ല, വല്ലാതെ തിന്നരുത്. തിന്നാൽ തീറ്റ കൂടിയാൽ എന്ത് കൂടും? ഓഫലത്ത് കൂടും. ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫിക്ർ ഉണ്ടാവില്ല. കസറത്തുൽ അക്കിൽ ഫിക്ർ പോവും. ഇപ്പം പള്ളം നിറഞ്ഞാൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഉറപ്പ്. അപ്പൊ പണ്ഡിതന്മാർ എന്ന തൗറാത്തിൽ ചിന്തിക്കേണ്ട ആളുകളാണ്, സമൂഹത്തെ നേരായ വഴിക്ക് നയിക്കേണ്ട ആളുകളാണ്. തൗറാത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ജൂത പുരോഹിതന്മാരെ കുറിച്ച്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ഇമാം ഗസാലി തങ്ങൾ എഴുതാണ്, അല്ലാഹു തആല ദേഷ്യപ്പെടും അൽ ഹിബ്ര സമീൻ, തടിച്ചു കൊഴുത്ത ജൂത പുരോഹിതനോട്. മനസ്സിലായില്ലേ? അക്കാലത്ത് മുഅ്മിനീങ്ങളായ ജൂതന്മാരുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ തന്നെ തടിച്ചു കൊഴുത്ത ആളുകളോട് ദേഷ്യമാണ്. ആർക്ക്? ഒരു കാഫിറൊന്നുമല്ല, ആരെന്നെ, മുഅ്മിനായ ആളെന്നെ. പക്ഷെ അയാൾ തടിച്ചു കൊഴുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അയാളോട് എന്തുണ്ടാവും? കുഫറും ശിർക്കും അല്ല പറയണത്. കുഫറും ശിർക്കുള്ള ആളോട് ഇപ്പോൾ ദേഷ്യമുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിവിടെ ഹിബ്റു സമീൻ എന്ന് പറഞ്ഞാൽ ഏത് മുഅ്മിനായ ഹിബ്ർ തന്നെ. പക്ഷേ അതായത് അള്ളാഹു ഏകനാണെന്ന് അംഗീകരിക്കുന്ന ഹിബ്ർ തന്നെ. പക്ഷേ മൂപ്പര് തടിച്ചു കൊഴുത്തിട്ടുണ്ട് എങ്കിൽ മൂപ്പർക്ക് എന്തുണ്ടാവില്ല? ശ്രദ്ധ നേരെ കിട്ടൂല, നേരെ തൗറാത്ത് പഠിക്കാൻ കഴിയില്ല. അതന്നെ എന്ന് തൗറാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ കാലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ആദ്യമായി പരസ്യമായി ഓതിയ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യബൂദുൽ ഖാരി അസ്സമീൻ. ആദ്യത്തെ ഓത്തുകാരനാണ് ആര്? ഈ ഉമ്മത്തിൽ പരസ്യമായ ആദ്യത്തെ ഓത്തുകാരനാണ് ആര്? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തടിച്ച ഓത്തുകാരനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കാം കാല ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് പറഞ്ഞത് എന്ത്? ഇന്നല്ലാഹ തആല, അല്ലാഹു തആല യബൂലു, അല്ലാഹു ദേഷ്യപ്പെടും അൽ ഖാരി, ആ ഓത്തുകാരനോട്. മൂപ്പര് ഖാരിയാണ്, പക്ഷെ അസ്സമീൻ, മൂപ്പര് ആരാണ്? തടിച്ചു ഉരുണ്ടിട്ടാണ്, തീറ്റ കൂടി. അപ്പൊ പിന്നെ ഖുർആൻ തടിമ കൂടി
നാവ് കൂടി ഉണ്ടാവുള്ളൂ, എവിടേക്കുണ്ടാവില്ല, അടിയേക്കുണ്ടാവില്ല. ഇന്ന ഷൈത്താനൽ എജ്രി മിൻ ഇബ്ന മജറദ്ദമി, രക്തം നടക്കുന്നിടത്തൊക്കെ പിശാച് നടക്കും. ഫളയ്യിഖു മജാരിഹി, അപ്പോൾ പിശാചിൻ്റെ നടപ്പ് സ്ഥലങ്ങളെ നിങ്ങൾ തടസ്സപ്പെടുത്തണം, അതിന് മുട്ടിയിട്ട് കൊടുക്കുക. ബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് റോട്ടിലൊക്കെ മുട്ടിയും കല്ലൊക്കെ വലിച്ചിടും. എന്താവുക അങ്ങനെ മനസ്സിലായില്ല. ബന്ദ് കാലത്ത് ബന്ദിൻ്റെ ദിവസം ബന്ധാണ്, ഭാരത് ബന്ദ് മറ്റേ ബന്ധമൊക്കെ ആകുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ ആളുകൾ വന്ന് മുട്ടിയിടും, എന്നാൽ അവിടെ റോട്ടിൽ കൂടി വണ്ടി പോവില്ല. പിശാജ് നടക്കും, മിനിബിനി ആദമ, മനുഷ്യനിൽ നിന്ന് പിശാജ് നടക്കും, മജ്റദ്ദമി പറയും, മജ്റദ്ദമി രക്തം നടക്കുന്നിടത്തെല്ലാം ആര് നടക്കും, പിശാജ് നടക്കും. ഫളയ്യിഖു, അതുകൊണ്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുക, മജാരീഹി പിശാജിന്റെ നടപ്പു സ്ഥലങ്ങളെ, ബിൽ ജുഅി വിശപ്പുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. വല അതശി, ദാഹം കൊണ്ടും എന്ന്. അപ്പോൾ പിശാചിന് ബന്ധാക്കണമെങ്കിൽ പിശാചിന് ബന്ധ് ഉണ്ടാക്കുക, പിശാചിന് മുട്ടിയും കല്ലൊക്കെ ഇടുക ഓൻ്റെ റൂട്ടുമ്പോൾ കൂടെ. ഓൻ്റെ റോഡ് ഏതാ? നമ്മളെ ചോര പോണ ആ സ്ഥലമൊക്കെ ഓൻ്റെ റോഡാണ്, അതിലൂടെ ഓൻ സഞ്ചരിക്കുക, സ്പീഡിൽ സഞ്ചരിക്കുക. അപ്പോൾ മുട്ടിയും കല്ലിടുക, അവിടെ ഓൻ നടക്കാൻ പോയിക്കരുത്. അതിനെന്തണം? വിശക്കണം. നമുക്ക് വെള്ളം അറിഞ്ഞാൽ ഓൻ അതിലങ്ങനെ പറക്കും. അപ്പോൾ അള്ളാഹു വിശക്കാൻ ഉണ്ടാക്കിയൊരു മാസമാണ് ഏത്? റമളാൻ. അതാണ് ഇപ്പോൾ നാശാക്കണത്. ഒരു മാസമെങ്കിലും ഒന്ന് ഗ്യാരേജ് കയറ്റണ്ടേ മനുഷ്യന്മാർ? 11 മാസം തിന്നാലും ഒരു മാസമൊക്കെ ഒന്ന് ഗ്യാരേജ് കയറ്റിക്കൂടെ?